വെനസ്വേലയിൽ വലിയ രീതിയിലുള്ള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു മലക്കം മറിച്ചിൽ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ട്രംപിന്റെ നിരന്തരമായ ഭീഷണികൾക്ക് പിന്നാലെയാണ് ഡെൽസി റോഡ്രിഗസിന്റെ ഒരു നിലപാട് മാറ്റം ശ്രദ്ധേയമാകുന്നത്. അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നതാണ് ഡെൽസി അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയെ ധിക്കരിച്ചാൽ, ശരിയായത് ചെയ്തില്ല എങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്ന ഒരു ഭീഷണി കൂടി ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ഒടുവിൽ ഉണ്ടായി. നമുക്കറിയാം, വെനസ്വേലയിൽ വലിയ രീതിയിലുള്ള കടന്നുകയറ്റമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. ലോക രാഷ്ട്രങ്ങൾ ഒന്നടങ്കം അതിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ്. ആ ഘട്ടത്തിലും ട്രംപിന്റെ ഭീഷണികൾ അവസാനിക്കുന്നില്ല എന്നുകൂടി നമ്മൾ കാണണം. വെനസ്വേലയെ കോളനിയാക്കാൻ അനുവദിക്കില്ലെന്നും നിക്കോളാസ് മദുറോയുടെ നയങ്ങളിൽ രാജ്യം ഉറച്ചു നിൽക്കുമെന്നും കഴിഞ്ഞ ദിവസം ഡെൽസി റോഡ്രിഗസ് പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപിന്റെ നിരന്തരമായ ഭീഷണികൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഡെൽസി റോഡ്രിഗസ് നിലപാട് മാറ്റുന്നതായി നമ്മൾ കാണുന്നത്. അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നതാണ് ഡെൽസി അറിയിച്ചിരിക്കുന്നത്. US സൈന്യം കാരക്കാസിനെ ആക്രമിച്ച് മദുറോയെയും ഭാര്യ സിലിയ ഫ്ലോറൻസിനെയും പിടികൂടി മണിക്കൂറുകൾക്ക് പിന്നാലെ തന്നെ റോഡ്രിഗസ് വാഷിംഗ്ടണുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത സൂചിപ്പിച്ചിരുന്നു എന്ന് ട്രംപ് തന്നെ പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ട്രംപാണ് പറയുന്നത്. നമുക്കറിയാം, പലതരത്തിലുള്ള കള്ളങ്ങൾ ആവർത്തിച്ച് പറയാൻ മടിയില്ലാത്ത ആളാണ് ട്രംപ്. എന്തായാലും ട്രംപ് ആ ഘട്ടത്തിൽ തന്നെ റോഡ്രിഗസ് ഇത്തരം ഒരു നിലപാട് അറിയിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ റോഡ്രിഗസിൻ്റെതായിട്ടുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ അത്തരം സൂചനകളുണ്ട്. എന്നാൽ ട്രംപിന്റെ ഭീഷണി നിലയ്ക്കുന്നില്ല എന്നതുകൂടി നമ്മൾ കാണണം. ഞായറാഴ്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് ഒരു പുതിയ ഭീഷണി ഉയർത്തിയത്. അതായത്, വെനസ്വേലയിൽ നൊബേൽ സമ്മാന ജേതാവ് മരിയയെ ഒഴിവാക്കിക്കൊണ്ടാണ് റോഡ്രിഗസിനെ തന്നെ അധികാരത്തിലേക്ക് എത്തിക്കാൻ ട്രംപ് തീരുമാനിച്ചത്. അതിനോട് സഹകരിക്കാമെന്ന് റോഡ്രിഗസ് അറിയിക്കുകയും ചെയ്തു. എന്നാൽ അവിടെയും വീണ്ടും ട്രംപ് ഭീഷണി ഉയർത്തുകയാണ്. അമേരിക്കയെ ധിക്കരിക്കുകയാണെങ്കിൽ, അതായത് ശരിയായത് ചെയ്തില്ല എങ്കിൽ വലിയ വില നൽകേണ്ടി വരും എന്നൊരു ഭീഷണിയാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. അത് ഒരു പക്ഷേ മദുറോയേക്കാൾ വലുതായിരിക്കും എന്ന ഒരു ഭീഷണി കൂടിയുണ്ട്. അതായത് ഇതിലും വലിയ ഭീഷണി നിങ്ങൾക്ക് നേരിടേണ്ടി വരും എന്നതാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. വെനസ്വേലയിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ പ്രവേശനം നൽകണം എന്നതാണ് ട്രംപിന്റെ ആവശ്യം. റോഡ്രിഗസ് ഇതിന് തയ്യാറായാൽ രാജ്യത്തെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ട സഹായങ്ങൾ അമേരിക്ക ചെയ്യും എന്നതാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ അടക്കമുള്ളവയിൽ അമേരിക്കയ്ക്ക് പരിവർത്തന സ്വാതന്ത്ര്യം നൽകണം എന്നതാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. നമുക്ക് നേരത്തെ തന്നെ അറിയാം എന്താണ് വെനസ്വേലയിലേക്ക് ഈ കടന്നുകയറ്റത്തിന് ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകം എന്ന് നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം അവിടുത്തെ എണ്ണ സമ്പത്ത് തന്നെയാണ്. ലോകത്തെ എണ്ണ നിക്ഷേപത്തിന്റെ ഏതാണ്ട് 18% വെനസ്വേലയിലാണ്. അത് തന്നെയാണ് ട്രംപിനെ അങ്ങോട്ടേക്ക് ആകർഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട നിബന്ധനകളിൽ ഒന്നും അവിടെ എണ്ണ പരിവേഷണത്തിനൊക്കെയുള്ള ആവശ്യമായ സ്വാതന്ത്ര്യം നൽകണം എന്നത് തന്നെയാണ്. അതേസമയം റോഡ്രിഗസ് ആവശ്യപ്പെടുന്നത് ട്രംപിന്റെ പ്രസ്താവനകളെ ഈ തള്ളിക്കളഞ്ഞുകൊണ്ട് റോഡ്രിഗസ് ആവശ്യപ്പെടുന്നത് സ്വാതന്ത്ര്യമാണ്. വെനസ്വേല ഒരിക്കലും ഒരു കോളനി ആകില്ല എന്നത് റോഡ്രിഗസ് പറയുന്നുണ്ട്. രാജ്യത്തിന്റെ സ്വാഭാവിക വിഭവങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നതാണ് ഞങ്ങളുടെ താല്പര്യം എന്നത് റോഡ്രിഗസ് പറയുന്നു. രാജ്യത്തിന്റെ പ്രതിരോധ നേതൃത്വം മദുറോയുടെ നയങ്ങളിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന കാര്യവും റോഡ്രിഗസ് വ്യക്തമാക്കി. എന്തായാലും തങ്ങൾ ആ രീതിയിലുള്ളൊരു കീഴടങ്ങലിനില്ല എന്ന് റോഡ്രിഗസ് നിലപാടെടുക്കുമ്പോഴാണ് ട്രംപ് കൂടുതൽ ഭീഷണിയുടെ സ്വരങ്ങൾ വെനസ്വേലയ്ക്കെതിരെ വീണ്ടും ഉതിർക്കുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. നിക്കോളാസ് മദുറോ അമേരിക്കയുടെ തടവിലായതോടെയാണ് രാജ്യത്തിന്റെ ഇടക്കാല ഭരണ ചുമതല വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ഏറ്റെടുക്കുന്നത്. ട്രംപിനോട് നേരിട്ടൊരു അഭ്യർത്ഥന കൂടി റോഡ്രിഗസ് നടത്തി. അത് ഞങ്ങളുടെ ജനങ്ങളും പ്രദേശങ്ങളും യുദ്ധമല്ല ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ്, സംഭാഷണമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതാണ് ഞങ്ങൾ അർഹിക്കുന്നത് എന്നതാണ് റോഡ്രിഗസ് പറഞ്ഞത്. ഈ ഡെൽസി റോഡ്രിഗസ് 2018 മുതൽ തന്നെ വെനസ്വേലയുടെ വൈസ് പ്രസിഡന്റാണ്. വലിയ ഉത്തരവാദിത്തങ്ങൾ അവർ ഇതിനോടകം നിറവേറ്റിയിട്ടുണ്ട്. മദുറോയുടെ ഒരു വിശ്വസ്തയാണ്. വെനസ്വേലയുടെ എണ്ണയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്നതിലും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലും അവർ നിർണായക പങ്ക് വഹിച്ചിരുന്നു. ബ്രിട്ടനിലും ഫ്രാൻസിലുമായി നിയമപഠനം പൂർത്തിയാക്കിയ ഡെൽസി റോഡ്രിഗസ് അന്താരാഷ്ട്ര തലത്തിൽ വെനസ്വേലൻ വിപ്ലവത്തിന്റെ മുഖമായി തന്നെ അറിയപ്പെടുന്ന വ്യക്തിയാണ്.
കൊല്ലപ്പെട്ട സോഷ്യലിസ്റ്റ് നേതാവ് ജോർജ് ആന്റോണിയോ റോഡ്രിഗസിന്റെ മകളാണ് ഡെൽസി റോഡ്രിഗസ്. മദുറോയുടെ അടുത്ത വൃത്തങ്ങളിൽ പലർക്കും അമേരിക്കയുടെ ക്രിമിനൽ കേസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഡെൽസിക്കെതിരെ അത്തരം നടപടികൾ ഉണ്ടായിട്ടില്ല. അമേരിക്കയിലെ എണ്ണ വ്യവസായ രംഗത്തുള്ള പ്രമുഖരുമായും ചില റിപ്പബ്ലിക്കൻ നേതാക്കളുമായും ഇവർക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മീഡിയേറ്ററായി നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ഒരു വിശ്വാസമാണ് ഉള്ളത്. പക്ഷേ അമേരിക്ക കൂടുതൽ സ്വാതന്ത്ര്യം അവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള സമ്മർദ്ദം തുടരുകയാണ് ട്രംപ്. അമേരിക്കൻ സൈന്യം അട്ടിമറിയിലൂടെ പിടികൂടിയ ഈ നിക്കോളാസ് മദുറോയെയും ഭാര്യ സിലിയ ഫ്ലോറൻസിനെയും ഇന്ന് ന്യൂയോർക്കിലെ മാൻഹാട്ടൻ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കാനിരിക്കുകയാണ്. ലഹരി മരുന്നും ആയുധങ്ങളും അമേരിക്കയിലേക്ക് കടത്തിയെന്ന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. വിചാരണ തുടങ്ങാൻ ഇരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അമേരിക്കയുടെ നടപടിക്കെതിരെ ലോകവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഇതിനോടകം. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയത് അപകടകരമായ കീഴ്വഴക്കമാണ് എന്നതാണ് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെ കുറ്റപ്പെടുത്തിയിരുന്നത്. ഇന്ന് UN രക്ഷാസമിതി ഈ വിഷയം ചർച്ച ചെയ്യും എന്ന വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. എന്തായാലും ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിനു മേൽ നടത്തിയ വലിയ കടന്നുകയറ്റമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത് ട്രംപിന്റെ നേതൃത്വത്തിൽ. അതിനെ പിന്നെയും ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭീഷണി മുഴക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു. ട്രംപും അനുയായികളും അത് തുടർന്നു വരികയാണ്. വെനസ്വേലയ്ക്കെതിരെ മാത്രമല്ല, മറിച്ച് മയക്കുമരുന്ന് കടത്ത് സംഘടനകൾക്കെതിരെ, അതിന് കൂട്ടുനിൽക്കുന്നവർക്കെതിരെ ഒക്കെ അമേരിക്ക യുദ്ധത്തിലാണ് എന്നതാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് കൂടുതൽ ഇടങ്ങളിലേക്ക് ഇതേ സമാനമായ നടപടി വ്യാപിപ്പിക്കുമെന്നതിന്റെ സൂചനകൾ കൂടിയാണ് നൽകുന്നത് ട്രംപും ട്രംപ് അനുകൂലികളും. ക്യൂബയ്ക്കും കൊളംബിയയ്ക്കും ഒപ്പം തന്നെ മെക്സിക്കോയ്ക്കുമൊക്കെ സമാന ഭീഷണി ട്രംപ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ റഷ്യൻ എണ്ണയെ ചൊല്ലി ഇന്ത്യക്കെതിരെ പോലും ഭീഷണിയുടെ സ്വരമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇനിയും റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരാനാണ് തീരുമാനമെങ്കിൽ കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തും എന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകുന്നു. അങ്ങനെ ലോകസമാധാനത്തിന് തന്നെ ഒരു ഭീഷണിയായി ട്രംപ് മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇത് എവിടെ ചെന്നെത്തും എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.